എന്റെ ഇങ്ങനത്തെ ശബ്ദം നിങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പറയാണ്, മക്കളുള്ള രക്ഷിതാക്കള് ശ്രദ്ധിക്കുക. ഗെയിം കളിച്ച് അഡിക്റ്റ് ആവും മക്കള്. ചെറുപ്പം മുതലേ ഗെയിം കളിച്ച് അഡിക്റ്റ് ആയതാണ് എൻ്റെ മകൻ. അവന് ഡിപ്രഷനായിരുന്നു. അവന്റെ ലോകം അതായിരുന്നു. ഉപദേശിക്കലും ബാക്ക് കുറച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ അടിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവന് അതാണ് ലോകം. 14-10 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഗെയിം അഡിക്റ്റ് ആയിരുന്നു. പുറത്ത് കൂട്ടുകാരില്ല, ഒരു എന്താ പറയാ ദുശീലില്ല. ഞാൻ പറയും പുറത്തിറങ്ങി കൂട്ടുകാരൻ ഉണ്ടാക്ക്, എന്നാലും പ്രശ്നമില്ല. ഇത് കൂട്ടുകാരില്ല, അവന് കൂട്ടുകാരെ ഇല്ല. ആകെയുള്ള കൂട്ടുകാർ ഗെയിമിലൂടെ പരിചയപ്പെട്ട കൂട്ടുകാര്. അത് ഞാൻ അതിന് പഴക്ക് പറയും, പുറത്തിറങ്ങണം, വെയിലുകളില്. എന്നിട്ട് രാത്രി ഇറങ്ങൂല, പകല് കിടന്നിറങ്ങും. രാത്രിയിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കുക. അതൊക്കെ നിർത്തിയതായിരുന്നു. ഇപ്പൊ അത് മാറി, പിന്നെ ഓരോ ചിന്തകളായി. അവന് ഈ ഗെയിമിലൂടെ ചിന്തകൾ മാറി. വലിയ വലിയ ചിന്തകളാണ്. ചെറിയ ചിന്ത ഒന്നല്ല, വലിയ ചിന്തകൾ. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണം, അതിന് പിന്നെന്താ ലംബോർഗിന് കാറ് വാങ്ങണം. ഇതൊക്കെയാണ് അവന്റെ ചിന്ത. ചെറിയ സ്വിഫ്റ്റ് ഒന്നുമല്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിലൂടെ വരുന്നതാണ്. ഡിപ്രഷൻ ആയിട്ട് വരുന്നതാണത്. ഈ ഗെയിം അഡിക്റ്റായിട്ടേ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളാന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? അതിന്റെ ലോകം അത് മാത്രമാണ്, മറ്റു ലോകം അറിയില്ല. അപ്പൊ നമ്മളെപ്പോലെ പുറത്ത് 4 ആളായിട്ട് സംസാരിച്ചിട്ട് 4 ആളെ നേരിട്ട് കണ്ടിട്ടുള്ള പരിപാടി അവനില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഗ്രൂപ്പിലൊക്കെ എന്റെ മോനെ തെറ്റിപ്പോയില്ല ആളുകൾ ഫോട്ടോ ഇട്ടത്. എന്റെ മൂത്ത മകൻ എന്ന് പറഞ്ഞാൽ അവൻ ഫുൾ ആക്റ്റീവാണ്. അവൻ ബിസിനസ്സാണ്, അവൻ ഫുൾ ടൈം ബിസിനസ് ചിന്ത മാത്രമേ ഉള്ളൂ. അവൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അത് ദുശീലങ്ങളുള്ള ഫ്രണ്ട്സ് അല്ല കേട്ടോ. എന്റെ മക്കൾക്കൊന്നും ദുശീലില്ല. ഒരു സിഗരറ്റ് വലിക്കില്ല, ഒരു കഞ്ചാവ് വലിക്കില്ല, ഒരു വെള്ളടിക്കുക, അതൊന്നും ഇല്ലാത്ത മക്കളാണ് എൻ്റെ. എനിക്ക് 3 മക്കളാണ്. മൂത്തവർ 2 പേരും ട്വിൻസാണ്, മോളും മോനും. അപ്പോ ഞാൻ ഇവന് ചെറുപ്പം മുതൽ ഇതിലേക്ക് അഡിക്റ്റ് ആണെന്ന് കണ്ടപ്പോൾ ഞാൻ ഡ്രംസ് മേടിച്ചു കൊടുത്തു. കാരണം എന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഡ്രംസ് മേടിച്ചു കൊടുത്തിട്ട് പഠിപ്പിക്കാൻ വിട്ടു. അങ്ങനെ ക്ലാസ്സിൽ പോകും. അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ്. +2 വരെ, +2ലൊക്കെ A+ ആണ് ഗ്രേഡ്. അപ്പോ അത്രയും നന്നായി പഠിച്ച്, അത്രയും നോക്കി. ഈ 23 വയസ്സ് വരെ നിങ്ങളെ ആരും കാണാൻ അവനെ പുറത്ത് കാണുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പകൽ കിടന്നുറങ്ങുക, രാത്രിയും ജീവിക്കും. ഞാൻ പറയും രാത്രി ജീവിക്കില്ല, പകൽ ജീവിക്കും. ഞങ്ങള് മൂത്ത മകനും ഞാനും നല്ലൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അവിടെ വന്നിരിക്കുക. അഥവാ എങ്ങാനും വന്നാൽ അവൻ കാറി കിടന്നുറങ്ങും. അപ്പൊ പകലുറങ്ങുക, ഉറക്കമാണ് അവൻ്റെ ഇഷ്ടം പകല്.